മദാമ കൊട്ട് കേട്ട് ആ പോയി ഡാൻസ് തുടങ്ങി. എന്റെ പൊന്നോ, ഡാൻസ് കളിക്കാൻ മുട്ടേക്കായിരുന്നു തോന്നുന്നു. വേണ്ട അടാറ് ഡാൻസ്. അങ്ങനെ നമ്മുടെ ഗജവീരൻ ഇതാ വരുവാണ്. ഏത് ആനയാണെന്നുള്ളത് അറിയാൻ വയ്യ. ഇവിടെയും നമ്മൾ അന്ന് പൊഴിക്കര കണ്ട അതേ കാളയും എഴുന്നള്ളത്തും ഇവിടെ ഉണ്ട്. നന്ദികേശൻ സെറ്റായിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ടേ. കലേഷ് നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടോങ്കോണം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളിലാണ്. അപ്പം ഇപ്പം നിൽക്കുന്നത് പിറ്റിങ്ങൽ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ്. അപ്പം എഴുന്നള്ളത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നടന്ന് ഇനി നമ്മൾ കോട്ടോങ്കോണം ക്ഷേത്രത്തിലോട്ട് പോകും. അപ്പോൾ എഴുന്നള്ളത്തെല്ലാം ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കിടിലം കാഴ്ചകളുണ്ട്, കണ്ടില്ലേ? അപ്പോൾ എൻ്റെ ചുറ്റും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഗംഭീര കാഴ്ചകളാണ്. എല്ലാം നമുക്ക് കാണാം. കമോ. ഇവര് കണ്ടില്ലേ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നതാണ്. എന്ത് രസമെന്ന് നോക്കിയേ. അപ്പം നമ്മുടെ കോട്ടോങ്കോണം ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ പിറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ഇവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. എന്നുവെച്ചാൽ നല്ലൊരു ദൂരം നടന്നു വന്നില്ലേ, ഇനിയിപ്പോൾ അത്രയും ദൂരം തന്നെ തിരിച്ച് നടക്കണം. എല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് എടുക്കുവാണ്. ഈ ഒരു കെട്ടുകാഴ്ചയും കാര്യങ്ങളും ഒക്കെ കണ്ട. ഈ ശിവന്റെ ഒരു രൂപം കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു സർപ്പം കണ്ടു, സർപ്പവും ആ ഒരു ഉടുക്കും എല്ലാം നല്ല പെർഫെക്ഷൻ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്തു നിന്ന് നോക്കിയാൽ ശിവന്റെ കൈയും മുഖവും എല്ലാം നല്ല ക്ലൈസിങ് കേട്ടോ. മസില് കണ്ടോ, മസില്. അങ്ങനെ നമ്മുടെ ഗജവീരൻ ഇതാ വരുവാണ്. ഏത് ആനയാണെന്നുള്ളത് അറിയാൻ വയ്യ. അടുത്ത് എത്തുമ്പം ഞാൻ ഒന്ന് ചോദിക്കാം. കേശവനാണ് കേട്ടോ, പുത്തൻകുളം കേശവനാണ് ഈ വരുന്ന ആന. കണ്ടില്ലേ, അടിപൊളി. ആ ചേട്ടൻ തലയിൽ ആ വിളക്കം പിടിച്ചോണ്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു പഴയ ഉത്സവ കാഴ്ചകളിലെ ഒരു സീനാണ്. ഇതൊന്നും ഇപ്പൊ ഇങ്ങനെ കാണാനില്ലായിരുന്നു. അടിപൊളി. നമ്മുടെ ഗണപതി ബപ്പയാണ്, ഗണപതി ബപ്പ. അടിപൊളി. ഫ്ലോട്ടൊക്കെ കൊള്ളാൻ കണ്ടോ, നല്ല പെർഫെക്ഷൻ ഉണ്ട്. നമ്മൾ കടയ്ക്ക തിരുവാതിരയെ കാണുന്ന അതേപോലെ. ഒരു മറാമ ഡാൻസ് കളിക്കുന്നതാണ്. അടിപൊളി. അവിടെ നമ്മുടെ ഫോറിനേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. അവരെ എൻജോയ് ചെയ്ത് നിൽക്കുക.
കലേഷ് ഇവിടെ കലേഷാണ് ഈ ഒരു ഫ്ലോട്ടും ആ കാള നന്ദികേശനെയൊക്കെ ഇവിടെ സെറ്റാക്കിയേക്കും. നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണുന്നത് എല്ലാരും. ഗണപതി ബപ്പ ബോവിയ ഇത് കണ്ട ശ്രീരാമൻ. മുകളിൽ ഹനുമാന്റെ ഒരു രൂപമുണ്ട്, പക്ഷെ അതിവിടെ ഇപ്പൊ ഈ ആൽമരവും ഉയറൊക്കെ ആയതുകൊണ്ട് താന്നിട്ടിരിക്കുക. അങ്ങനെ നമ്മുടെ എഴുന്നള്ളത്തിന്റെ അവസാനത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന രൂപം നരസിംഹം. അങ്ങനെ നരസിംഹത്തോടു കൂടി ഈ ഫ്ലോട്ടും കാഴ്ചകളും ഒക്കെ തീരുവാണ്. അങ്ങനെ അവസാനത്തെ ഫ്ലോട്ടും പോവുകയായി. അടിപൊളി ഉത്സവ കാഴ്ചയായിരുന്നു കേട്ടാ, സെറ്റ് ഉത്സവം. ഇതിന്റെ പിറകെ തന്നെ ഒരുപാട് പോലീസ് വണ്ടിയും പോകുന്നുണ്ട്, പോലീസുകാരും. എന്ന് വെച്ചാല് എന്തെങ്കിലും വിഷയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ തീർത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അതൊരു നല്ല കാര്യം തന്നെ, അടിയും വഴക്കൊന്നും കാണത്തില്ലല്ലോ. നമ്മുടെ ഈ ഒരു ഉത്സവ കാഴ്ച ഇവിടെ കൊണ്ട് തീരുവാണ്. നമ്മുടെ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ, സൈനിങ് ഔട്ട്.